അയ്യങ്കാളി വളരെ പ്രധാനപ്പെട്ട PSC ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? ഉത്തരം 1863 ഓഗസ്റ്റ് 28. ജനനം 1863 ഓഗസ്റ്റ് 28, 1039 ചിങ്ങം 14. ജനിച്ച സ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം. പിതാവ് അയ്യൻ, മാതാവ് മാല. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893. അറിയപ്പെടുന്ന പേര് പുലയരാജ, മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. മരണം 1941 ജൂൺ 18, 1116 മിഥുനം 4. ചോദ്യം 2. അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ചെല്ലമ്മ. പിതാവ് അയ്യൻ, മാതാവ് മാല. ഭാര്യ ചെല്ലമ്മ. മക്കൾ ശിവതാണു, ചെല്ലപ്പൻ, കാളികുട്ടി, തങ്കമ്മ, ഭാനുമതി, പരമശിവൻ. ചോദ്യം 3. അയ്യങ്കാളി ഏത് സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു? ഉത്തരം പുലയ സമുദായം. ചോദ്യം 4. അയ്യങ്കാളി അറിയപ്പെട്ടിരുന്ന പ്രധാന വിശേഷണം ഏതാണ്? ഉത്തരം പുലയരാജാവ്. 1937 വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ സന്ദർശിച്ചപ്പോൾ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. മറ്റ് പ്രധാന വിശേഷണങ്ങൾ: കേരള സ്പാർട്ടക്കസ്, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്. ചോദ്യം 5. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ഉത്തരം അയ്യങ്കാളി. വില്ലുവണ്ടി സമരം. ചോദ്യം 6. വില്ലുവണ്ടി സമരം നടന്നത് ഏത് വർഷം? ഉത്തരം 1893. സ്ഥലം വെങ്ങാനൂർ മുതൽ കവടിയാർ, തിരുവനന്തപുരം വരെ. ലക്ഷ്യം അന്നത്തെ തിരുവിതാംകൂറിൽ സവർണർക്ക് മാത്രം സഞ്ചാരസ്വാതന്ത്ര്യമുണ്ടായിരുന്ന പൊതുവഴികളിലൂടെ താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കൽ. സവിശേഷത: താഴ്ന്ന ജാതിക്കാർക്ക് വിലക്കുണ്ടായിരുന്ന വില്ലുവണ്ടി, കഴുത്തിൽ മണിയടിച്ച കാളവണ്ടി വാങ്ങി രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് അയ്യങ്കാളി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഈ ചരിത്രപ്രസിദ്ധമായ പ്രതിഷേധം നടത്തിയത്. ചോദ്യം 7. അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം സാധുജന പരിപാലന സംഘം. സ്ഥാപിതമായ വർഷം 1907. ഔദ്യോഗിക പ്രസിദ്ധീകരണം സാധുജന പരിപാലിനി, കേരളത്തിലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പത്രം. ചോദ്യം 8. സാധുജനപരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് എന്തായി മാറി? ഉത്തരം പുലയ മഹാസഭ. 1938 സാധുജന പരിപാലന സംഘം SJP പുനഃസംഘടിപ്പിച്ച് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയത്. സ്വാതന്ത്ര്യാനന്തരം ഈ സംഘടന അഖില കേരള പുലയർ മഹാസഭ AKPMS എന്ന പേരിൽ വിപുലീകരിക്കപ്പെടുകയും കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു. വിദ്യാഭ്യാസ സമരം. ചോദ്യം 9. പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അയ്യങ്കാളി. വെങ്ങാനൂർ കുടിപ്പള്ളിക്കൂടം. 1904 ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ അയ്യങ്കാളി വെങ്ങാനൂരിൽ സ്വന്തമായി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചു. എന്നാൽ സവർണർ അത് തീവെച്ച് നശിപ്പിച്ചു. 1910 സർക്കാർ ഉത്തരവ്. അയ്യങ്കാളിയുടെ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമായി 1910 തിരുവിതാംകൂർ ദിവാൻ രാജഗോപാലാചാരി പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകിക്കൊണ്ട് ഉത്തരവിറക്കി. പഞ്ചമിയുടെ പ്രവേശനം 1910. ഉത്തരവുണ്ടായിട്ടും ഊരുട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അയ്യങ്കാളി നടത്തിയ ചരിത്രപ്രസിദ്ധമായ പോരാട്ടം സ്കൂൾ കത്തിക്കലിലും കർഷകത്തൊഴിലാളി പണിമുടക്കിലും കലാശിച്ചു. ചോദ്യം 10. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ പുല്ല് വളരും എന്ന ആശയം മുന്നോട്ടുവച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. ദളിത് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് 1907 അദ്ദേഹം തിരുവിതാംകൂറിൽ ചരിത്രത്തിലെ ആദ്യത്തെ കർഷകത്തൊഴിലാളി സമരം സംഘടിപ്പിച്ചു. ഞങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ കയറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളയ്ക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സിംഹഗർജനം. കർഷകത്തൊഴിലാളി സമരം. ചോദ്യം 11.
തിരുവിതാംകൂറിലെ കർഷകത്തൊഴിലാളികളുടെ ആദ്യ പണിമുടക്കിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം അയ്യങ്കാളി. കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പണിമുടക്കുകളിൽ ഒന്നാണിത്. ചോദ്യം 12. അയ്യങ്കാളിയുടെ കർഷകത്തൊഴിലാളി സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? ഉത്തരം തൊഴിലാളികളുടെ അവകാശങ്ങളും വിദ്യാഭ്യാസാവകാശവും ഉറപ്പാക്കുക. ചോദ്യം 13. കേരളത്തിലെ ആദ്യകാല കർഷകത്തൊഴിലാളി സമരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തപ്പെടുന്ന നവോത്ഥാന നായകനാര്? ഉത്തരം അയ്യങ്കാളി. ദളിത് കുട്ടികളുടെ വിദ്യാഭ്യാസാവകാശത്തിനും കർഷകത്തൊഴിലാളികളുടെ ന്യായമായ കൂലിക്കും വേണ്ടി 1907, 1908 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. കല്ലുമാല സമരം. ചോദ്യം 14. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം അയ്യങ്കാളി. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട്ടിലാണ് ഈ സമരം നടന്നത്. ദളിത് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കുന്നതും സ്വർണമോ വെള്ളിയോ ആഭരണങ്ങൾ അണിയുന്നതും അക്കാലത്ത് വിലക്കപ്പെട്ടിരുന്നു. അവർ കല്ലും കണ്ണാടിച്ചില്ലുകളും കൊണ്ടുള്ള മാലകൾ, കല്ലുമാല, ധരിക്കണമെന്ന അനാചാരത്തിനെതിരെയായിരുന്നു സമരം. അയ്യങ്കാളിയുടെ ആഹ്വാനപ്രകാരം കൊല്ലം വിക്ടോറിയ ജൂബിലി ഹാളിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ തങ്ങളുടെ കഴുത്തിലെ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് അടിമത ചിഹ്നങ്ങൾ ഉപേക്ഷിച്ചു. ചോദ്യം 15. പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഉത്തരം കല്ലുമാല സമരം. ഊരൂട്ടമ്പലം അഥവാ 90-ാം ആണ്ട് സമരം. ചോദ്യം 16. ഊരൂട്ടമ്പലം ലഹളയ്ക്ക് മറ്റൊരു പേരെന്താണ്? ഉത്തരം 90-ാം ആണ്ട് സമരം അഥവാ പുലയലഹള. മലയാള വർഷം 1090-ൽ, ക്രിസ്തുവർഷം 1915 നടന്ന സമരമായതിനാലാണ് ഇതിന് 90-ാം ആണ്ട് സമരം എന്ന പേരുവന്നത്. പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ അയ്യങ്കാളി എത്തിയപ്പോൾ മേൽജാതിക്കാർ തടയുകയും സ്കൂളിന് തീയിടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ചരിത്രപ്രസിദ്ധമായ കർഷകത്തൊഴിലാളി പണിമുടക്ക് ശക്തമായത്. ചോദ്യം 17. ഊരൂട്ടമ്പലം ലഹളയുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് ആര്? ഉത്തരം അയ്യങ്കാളി. ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുക എന്നത് ആയിരുന്നു ലക്ഷ്യം. 1915-ൽ തിരുവനന്തപുരത്തുള്ള ഊരൂട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ പ്രവേശിപ്പിക്കാൻ അയ്യങ്കാളി നേരിട്ടെത്തിയതാണ് സമരത്തിന് തുടക്കമിട്ടത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് തിരുവിതാംകൂറിലുടനീളം ചരിത്രപ്രസിദ്ധമായ കർഷകത്തൊഴിലാളി പണിമുടക്ക് വ്യാപകമായത്. ശ്രീമൂലം പ്രജാസഭ. ചോദ്യം 18. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാര്? ഉത്തരം അയ്യങ്കാളി. 1911-ലാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരുവിതാംകൂർ സർക്കാർ നാമനിർദ്ദേശം ചെയ്തത്. പ്രജാസഭയിൽ അംഗമായിരുന്ന കാൽനൂറ്റാണ്ടോളം, 25 വർഷം കാലം ദളിത് ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസാവകാശങ്ങൾക്കും ഭൂമി അവകാശത്തിനും വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. ചോദ്യം 19. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ഏകദേശം എത്ര വർഷം അംഗമായിരുന്നു? ഉത്തരം 28 വർഷം. 1911 ഡിസംബർ 5-നാണ് അദ്ദേഹം ആദ്യമായി ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദളിത് ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസാവകാശം, കർഷകത്തൊഴിലാളികളുടെ വേതനം, ഭവനരഹിതർക്ക് ഭൂമി ലഭ്യമാക്കൽ, അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രജാസഭയിൽ അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധം. കേരള നവോത്ഥാന ചരിത്രത്തിൽ പരസ്പരം ബഹുമാനിക്കുകയും ഒരേ ലക്ഷ്യത്തിനായി വ്യത്യസ്ത വഴികളിലൂടെ പോരാടുകയും ചെയ്ത രണ്ട് പ്രമുഖ യുഗപുരുഷന്മാരാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും. 1912-ൽ ബാലരാമപുരത്തു വച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കാണുന്നത്. സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ചും ഇരുവരും ആശയവിനിമയം നടത്തി. ശ്രീനാരായണ ഗുരു 1903-ൽ SNDP രൂപീകരിച്ചത് താഴ്ന്ന ജാതിക്കാരുടെ സംഘടിത ശക്തിക്ക് വഴികാട്ടിയായി. ഇതിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ടാണ് അയ്യങ്കാളി 1907-ൽ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി സാധുജനപരിപാലന സംഘം SJPS സ്ഥാപിച്ചത്. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, പണിമുടക്കുകൾ,
പ്രജാസഭയിലെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയിലൂടെ അവകാശങ്ങൾ പിടിച്ചെടുത്തു. ചോദ്യം 21. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം ബാലരാമപുരത്തിനടുത്തുള്ള വിഴിഞ്ഞം മഠത്തിൽ. ബാലരാമപുരം മഠം. മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം. ചോദ്യം 22. മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ഏത് വർഷം? ഉത്തരം 1937. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വേളയിൽ 1937 ജനുവരി 14 വെങ്ങാനൂർ, തിരുവനന്തപുരം എത്തി അയ്യങ്കാളിയെ കണ്ടതും സംസാരിച്ചതും. അയ്യങ്കാളിയെ ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഈ കൂടിക്കാഴ്ചയിലാണ്. ചോദ്യം 23. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. 1980 നവംബർ 10 തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. പ്രശസ്ത ശില്പിയായ ER മാധവനാണ് അയ്യങ്കാളിയുടെ ഈ വെങ്കല പ്രതിമ നിർമ്മിച്ചത്. ചോദ്യം 24. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. 1980 നവംബർ 10 തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. സ്റ്റാമ്പ്. ചോദ്യം 25. അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 2002. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് ഈ പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12 5 രൂപ അഥവാ 500 പൈസ മുഖവിലയുള്ള സ്റ്റാമ്പാണിത്. അയ്യങ്കാളിയുടെ മരണം. ചോദ്യം 26. അയ്യങ്കാളി മരിച്ചത് എന്നാണ്? ഉത്തരം 1941 ജൂൺ 18. ചോദ്യം 27. അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ സ്മാരകമായ ചിത്രകൂടം അദ്ദേഹത്തിന്റെ ജന്മദേശമായ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 28. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം പഞ്ചജന്യം. ഇത് അദ്ദേഹത്തിന്റെ ജന്മദേശമായ വെങ്ങാനൂരിലെ ചിത്രകൂടം സ്മാരകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 29. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം EK നായനാർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുന്നതിനും മുൻപേ തന്നെ ദളിത്, കർഷകത്തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയെ EK നായനാർ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചു. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. കേരള സ്പാർട്ടക്കസ് എന്ന് വിശേഷിപ്പിച്ചത് PK വാസുദേവൻ നായർ. ഇന്ത്യയുടെ മഹാനായ മകൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ചോദ്യം 30. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളുമായി സമകാലികമായി ബന്ധപ്പെട്ട പ്രധാന നവോത്ഥാന നായകർ ആരെല്ലാം? ഉത്തരം ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, പണ്ഡിറ്റ് കറുപ്പൻ, വാഗ് ഭടാനന്ദൻ, പൊയ്കയിൽ യോഹന്നാൻ തുടങ്ങിയവർ. ചോദ്യം 31. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ ആരാണ്? ഉത്തരം M. നിസാർ, മീന കന്ദസ്വാമി. 2007 കോഴിക്കോട്ടെ അതർ ബോക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. പ്രശസ്ത ദളിത് ചിന്തകനായ കാഞ്ച ഐലയെയാണ് ഇതിന് ആമുഖം എഴുതിയത്. ചോദ്യം 32. അയ്യങ്കാളിയുടെ ജീവിതത്തെയും സമരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള പ്രധാന പഠനകൃതി ഏതാണ്? ഉത്തരം അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. സിനിമ. ചോദ്യം 33. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമ ഏതാണ്? ഉത്തരം കതിരവൻ. ചോദ്യം 34. കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി അഭിനയിക്കാൻ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത് ആര്? ഉത്തരം മമ്മൂട്ടി. ചോദ്യം 35. പിന്നീട് കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി പ്രഖ്യാപിക്കപ്പെട്ട നടൻ ആര്? ഉത്തരം സിജു വിൽസൺ. ചോദ്യം 36. കതിരവൻ സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം അരുൺ രാജ്. നാടകകൃത്തും എഴുത്തുകാരനുമായ അരുൺ രാജ് ആണ് കതിരവൻ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്.
മുമ്പ് ഈ സിനിമ വിനയന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ വെച്ചു ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പ്രോജക്റ്റ് മാറ്റിവെക്കുകയും തുടർന്ന് അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അയ്യങ്കാളിയായി സിജു വിൽസൺ കരാറിലാവുകയുമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.